ഗത്വാ കാലഗൃഹം രമേശ ഭഗവാനാനീയ പുത്രം ഗുരോഃ കൃഷ്ണോദദ്ഗുരവേ ച തം യദുവരം വന്ദേ ഗുരൂൻ ജ്ഞാനദാൻ. ആശംസേ ശുഭദം പ്രഭാതമധുനാ തുഭ്യം ച രമ്യം മുദാ മിത്രാഹം ഗുരുപൂർണിമാദിനമിദം മോദപ്രദം സർവഥാ. ഇതാണ് ഇന്നത്തെ ശ്ലോകം. ഇനി അർത്ഥവും കൂടി ഒന്ന് പറയാം. രമേശ ഭഗവാൻ കൃഷ്ണ, വിഷ്ണു ഭഗവാനായ ശ്രീകൃഷ്ണൻ. ശരിക്ക് രമേശൻ എന്ന് പറഞ്ഞാൽ രമായാഹ ഈശ രമേശ എന്നാണ്. അതായത് രമയുടെ ഈശൻ, അതായത് ലക്ഷ്മി വല്ലഭൻ എന്നർത്ഥമാണ്. അപ്പോ ലക്ഷ്മി വല്ലഭനായ ഭഗവാൻ, അതായത് ലക്ഷ്മി വല്ലഭനും ഭഗവാനുമായ കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ കാലഗൃഹം ഗത്വാ, യമപുരി, യമലോകത്ത് ചെന്ന് ഗുരോഹ പുത്രം ആനീയ, ഗുരുവിന്റെ പുത്രനെ കൊണ്ടുവന്ന് ഗുരവേ അദാത്, ഗുരുവിനായി കൊണ്ട് കൊടുത്തു. തം യദുവരം, ആ യദുവരനെയും, അതായത് ആ യദുശ്രേഷ്ഠനായ ശ്രീകൃഷ്ണനെയും ജ്ഞാനദാൻ ഗുരൂൻ ച, ജ്ഞാനം നൽകുന്നവരായ ഗുരുക്കന്മാരെയും അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. ഹേ മിത്ര, അല്ലയോ സുഹൃത്തെ, അധുന ഇപ്പോൾ, അഹം ഞാൻ, മുദ സന്തോഷത്തോടെ, തുഭ്യം അങ്ങക്കായിക്കൊണ്ട്, ശുഭദം രമ്യം പ്രഭാതം, ശുഭങ്ങൾ നൽകുന്നതും മനോഹരവുമായ പ്രഭാതത്തെയും, സർവഥാ മോദപ്രദം, എല്ലാ പ്രകാരത്തിലും സന്തോഷം നൽകുന്നതും, അങ്ങനെയുള്ള ഗുരുപൂർണിമാ ദിനം, അതായത് ഇതം ഗുരുപൂർണിമാ ദിനം എന്നാണ് ഈ ഗുരുപൂർണിമാ ദിനത്തെ. അപ്പോ ഇതം ഗുരുപൂർണിമാ ദിനം ച എന്നുണ്ട്. ഈ ഗുരുപൂർണിമാ ദിനത്തെയും ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഗുരുപൂർണിമയാണ്. അപ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുഭക്തി ആണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമനും അവിടെ ആ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ച് പഠിച്ചു. പിന്നീട് അവർക്ക് ഗുരുദക്ഷിണയായിട്ട് കൊടുക്കേണ്ടത് എന്താണ് എന്നൊരു ചിന്ത വന്നപ്പോൾ ഗുരു തന്നെ പറഞ്ഞു, എനിക്ക് എൻ്റെ മരിച്ച പുത്രന്മാരെ കൊണ്ടുവന്ന് തരണമെന്ന് ഗുരുദക്ഷിണയായിട്ട്. സാധാരണ ഒരു ഗുരു അങ്ങനെ പറയില്ല. കാരണം ഗുരു എപ്പോഴും ശിഷ്യൻ എന്തു കൊടുത്തുവോ അത് സ്വീകരിക്കും ഗുരുദക്ഷിണയായിട്ട്. ഇന്നത് വേണം, ഇത്ര വേണമെന്നൊന്നും പറയില്ല. പക്ഷേ സാന്ദീപനി മഹർഷിക്ക് അറിയാമായിരുന്നു, ശ്രീകൃഷ്ണനും ബലരാമനും സാധാരണ ശിഷ്യന്മാരല്ല, അവർ ജഗദീശ്വരന്മാരാണ്, അവർക്ക് ഒന്നും അസാധ്യമായിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ചോദിക്കുകയാണ്, തൻ്റെ മരിച്ചുപോയ പുത്രനെ ഒന്ന് കൊണ്ടുതരാൻ പറ്റുമോ, അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി പോയി യമപുരി പോയിട്ട് ആ മരിച്ച കുട്ടിയെ കൊണ്ടുവന്ന് ആ കുട്ടിയെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് തൻ്റെ ഗുരുവിന്. അപ്പൊ ഇവിടെ കാണിക്കുന്നത് ആ ഭഗവാൻ ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ഗുരുഭക്തിയാണ്. അതാണ് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. പിന്നെ ആ ശ്രീകൃഷ്ണ ഭഗവാനെയും എല്ലാവർക്കും ജ്ഞാനം പ്രദാനം ചെയ്യുന്ന ഗുരുക്കന്മാരെയും വന്ദിച്ച് എല്ലാവർക്കും മനോഹരമായ സുപ്രഭാതവും പിന്നെ സന്തോഷപ്രദമായിട്ടുള്ള ഈ ഗുരുപൂർണിമാ ദിനവും ആശംസിച്ചു. ശ്രീ ഗുരവേ നമഃ.